നമുക്ക് സ്വന്തമായിട്ട് നെയ്യ് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം വേണ്ടത് ഈ ഡബിൾ ക്രീമാണ്. ആ ഡബിൾ ക്രീം രണ്ടും ഈ പാത്രത്തിലേക്ക് നമുക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ പക്ഷേ ഈ 2 ക്രീം എടുക്കുന്നില്ല, ഒരെണ്ണം എടുക്കുന്നുള്ളൂ. കാരണം ഈ ബൗൾ അത്ര വലുതല്ല, ഇല്ലെങ്കിൽ അതെല്ലാം സ്പില്ലായി പോവും. എന്നിട്ട് നമുക്ക് ബീറ്റർ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ ഏറ്റവും ലോ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ദാണ്ടെ ഒരു ടെക്സ്ചർ ഇങ്ങനെ മാറി ക്രീമി ആയിട്ട് വരുന്നത് കണ്ടോ? ഇങ്ങനെ മാറി മാറി ദാണ്ട് ഓരോ രീതിയിലായിട്ടും ഇത് മാറുന്നു, അതിൻ്റെ കളറെല്ലാം മാറുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ബട്ടറും ആ മിൽക്കും സെപ്പറേറ്റ് ആകുന്നത് അല്ലേ? ഇപ്പോൾ ഇങ്ങനെ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ബീറ്റിംഗ് പ്രോസസ്സ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ദാണ്ടെ ഈ ബട്ടർ എടുത്ത് ഞാൻ ഇച്ചിരി കോൾഡ് വാട്ടറിലിട്ടൊന്ന് എടുത്തുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടയാക്കി എടുത്തപ്പം എനിക്ക് ദാണ്ടെ നമ്മുടെ ഈ ബട്ടർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ് കേട്ടോ, കുറച്ച് ടൈം എടുക്കും. നമ്മളെന്തെങ്കിലും ജോലിയുടെ ഇടയ്ക്ക് വന്നിട്ട് കാര്യമില്ല. ജോലിയെല്ലാം തീർന്ന് സമാധാനമായിട്ട് ചെയ്യാമെങ്കിൽ, കുറച്ച് സമയത്തോടെ ചെയ്യാമെങ്കിൽ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള ഗീ കിട്ടും. അങ്ങനെ ഇത് മെൽറ്റായി വരുന്നുണ്ട്. ചെറിയ ചെറിയ ബബിൾസ് എല്ലാം വരുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നിറയെ അങ്ങ് ബബിൾസ് എല്ലാം ആകും. നമുക്കതുവരെ ഇങ്ങനെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് മെൽറ്റായി തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കുറേ നേരവും കൂടെ ഈ ബബിൾസ് എല്ലാം ഒന്ന് മെൽറ്റായിട്ട് എല്ലാം അതൊന്ന് സെറ്റിൽ ഡൗൺ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ നന്നായിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ പതയെല്ലാം ഇനി താഴ്ന്ന് വരണം. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട്. നേരത്തേക്കാട്ടിലും പതയെല്ലാം മാറി. ഇപ്പം വേറൊരു കൺസിസ്റ്റൻസി, വേറൊരു രൂപം, ഷേപ്പ് മാറുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഇപ്പോൾ ആ പതയെല്ലാം പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് അരിച്ചെടുത്തൊരു കണ്ടെയ്നറിലാക്കി. നമ്മുടെ ഗീ റെഡി.